ഹായ് ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയൊരു ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അമേരിക്കൻ ഐക്യനാടുകളിലെ സ്പാർക്ക് വേൾഡ് ഫേമസ് ഷോ സർക്കസിലുണ്ടായിരുന്ന ഒരു ഏഷ്യൻ ആനയാണ് മേരി. കൊലയാളി മേരി എന്നും അറിയപ്പെടുന്നു. നിങ്ങൾക്കറിയണ്ടേ മേരിയുടെ യഥാർത്ഥ കഥ? മേരിയുടെ ജീവിതത്തിലേക്ക് പോകും മുമ്പ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. എന്തെന്നാൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കണ്ടു കഴിഞ്ഞാൽ മനുഷ്യരോട് നിങ്ങൾക്ക് അതിയായ ദേഷ്യം തോന്നും. നിങ്ങൾക്ക് വിശ്വസിക്കാനാവുന്നില്ല അല്ലേ? ഈ വീഡിയോ മുഴുവനായും കണ്ടു നോക്കൂ. 1894 ഒരു ആനക്കുട്ടി USA ജനിക്കുന്നു. പക്ഷേ അതൊരു ഏഷ്യൻ ആനയാണ്. ആ ആനക്കുട്ടിക്ക് മേരി എന്ന് പേരിടുന്നു. പിന്നീട് സ്പാർക്ക് വേൾഡ് ഫേമസ് ഷോയിൽ ഒരംഗമായി മാറുന്നു. ചാർലി സ്പാർക്സ് ആണ് ഈ ഒരു സർക്കസ് കമ്പനിയുടെ ഓണർ. അക്കാലത്ത് ചാർലിയുടെ അച്ഛൻ പിതാവായിരുന്നു മേരിയെ ഈ സർക്കസിലേക്ക് കൊണ്ടുവന്നത്. സർക്കസ് കാണാനായി വരുന്ന കാണികൾക്ക് മേരിയുടെ പ്രകടനം വലിയ ഇഷ്ടമായിരുന്നു. സർക്കസ് കാണാൻ വരുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഉപരി മേരിയെ കാണാനായി അവളുടെ കുസൃതി നിറഞ്ഞ പ്രകടനം കാണാൻ വരുന്നു എന്നതായിരുന്നു ഓരോ കാണികളും പറയാറ്. സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിലും പന്ത് അമ്മാനമാടുന്നതിലും നല്ല വിദഗ്ധയായിരുന്നു മേരി. കുഞ്ഞു കുട്ടികൾക്ക് പോലും മേരി എന്ന ആന പ്രിയപ്പെട്ടതായിരുന്നു. സർക്കസ് തുടങ്ങുമ്പോൾ മേരിയാണ് ആദ്യം വേദിയിലേക്ക് വരിക. മേരിയുടെ വാലിൽ പിടിച്ച് മറ്റാനകളും വേദിയിലേക്ക് വരും. പിന്നീട് സ്വർണ്ണപ്പകട്ടാർന്ന കാഴ്ചകളാണ്. സർക്കസ് കൂടാരം ഒരു ഉത്സവ മേളം തന്നെയായി മാറുന്നു. എന്നാൽ വിധേയെ തടുക്കാൻ ആർക്കും ആവില്ലല്ലോ. ഒരു വ്യക്തിയുടെ കടന്നുവരവ് മേരിയുടെയും ആ സർക്കസ് കമ്പനിയുടെയും തലവര കീഴായി മറിച്ചു. റെഡ് ഹെൻറിച്ച് എന്ന ഒരു ഭവനരഹിതൻ 1916 സെപ്റ്റംബർ 11 സ്പാർക്ക് വേൾഡ് ഫേമസ് ഷോ സർക്കസിലേക്ക് മേരി അടക്കമുള്ള ആനകളുടെ സഹായ പരിശീലകനായി റെഡ് ചേർന്നു. ആനയെ പറ്റിയിട്ടോ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ട്രെയിൻ കൊടുക്കണമെന്നുള്ള യാതൊരു വിധ ധാരണയും ഇല്ലാതെയാണ് ഈ ഒരു വ്യക്തി അവിടെ ജോയിൻ ചെയ്യുന്നത്. റെഡിന് ആകെ അറിയാവുന്ന ഒരു കാര്യം ആനകളോട് ആജ്ഞാപിക്കുവാനും അവര് റെഡ് പറയുന്നത് അനുസരിച്ചില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കയ്യിലുള്ള കൂർത്ത കമ്പി വടി കൊണ്ട് ആനകളെ കുത്തി മുറിവേൽപ്പിക്കുക എന്നുള്ള കാര്യവുമാണ്. അക്കാലത്ത് ടെനസിയിലെ സളിവൻ കൗണ്ടിയിലായിരുന്നു പ്രദർശനം നടന്നുകൊണ്ടിരുന്നത്. യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്നുവെങ്കിൽ കൂടിയും റെഡ് എൻട്രിങ് ആയിരുന്നു മേരിയുടെ മുകളിലേറി ആനകളുടെ കവാത്ത് നടത്തിയത്. ആദ്യ ദിവസം അങ്ങനെ കടന്നുപോയി. രണ്ടാം ദിവസത്തിലെ ഷോയിൽ മേരിയുടെ മുകളിലേറി റെഡ് വന്നു. റെഡ് ഇല്ല എങ്കിൽ കൂടിയും മേരിയുടെ റോള് ഭംഗിയായി തന്നെ മേരി ചെയ്യുമായിരുന്നു. എന്നാൽ റെഡ് ആവട്ടെ പല കാര്യങ്ങളും ചെയ്യാൻ മേരിയോട് ആജ്ഞാപിക്കുകയാണ് ഉണ്ടായിരുന്നത്. ഒരു ദൃക്സാക്ഷിയുടെ വിവരണപ്രകാരം ഒരു ചെറിയ കഷ്ണം തണ്ണിമത്തൻ കിടന്നത് തുമ്പിക്കൈയാൽ എടുത്ത് കഴിക്കുവാനായി നോക്കിയ മേരിയെ റെഡ് ശകാരിക്കുകയും കൂർത്ത മൂർച്ചയുള്ള കമ്പി വടികൊണ്ട് തലയിലും കാലിലും കുത്തിയിറക്കി മുറിവുണ്ടാക്കുകയാണ് ചെയ്തതെന്നാണ്. വേദന സഹിക്കാൻ വയ്യാതെ വലിയ ദേഷ്യത്തോടു കൂടി മേരി റെഡിനെ ആ ഒരു ദുഷ്ടനായ ട്രെയിനറിനെ പുറത്തുനിന്നെടുത്ത് വെള്ളം വെച്ചിരുന്ന ഒരു സ്റ്റാൻഡിലേക്ക് എറിഞ്ഞു. തലയിൽ കാലമർത്തി കൊല്ലുകയാണ് ഉണ്ടായത്. പിന്നീടുണ്ടായത് കാണികളായിരുന്ന മനുഷ്യർ മേരിയെ കൊല്ലുക എന്ന് ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് മേരിക്ക് നേരെ കല്ലുകൾ മറ്റും എറിയുന്ന കാഴ്ചയായിരുന്നു. അതിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി മേരിക്ക് നേരെ തോക്കുകൊണ്ട് വെടി ഉയർക്കുകയും ചെയ്തു. പക്ഷെ അത് മേരിക്ക് ഏറ്റില്ല. റെഡ് എൻട്രിച്ചിട്ട് മരണത്തിന് പിന്നാലെ കിങ്സ്പോർട്ട് അധികൃതർ മേരിയെ അറസ്റ്റ് ചെയ്തു. അവളെ പ്രദേശത്തെ ജയിലിന് സമീപത്തേക്ക് മാറ്റി. ജയിലിന് സമീപവും അവളെ കാണാൻ ജനങ്ങൾ തടിച്ചുകൂടി. അതേസമയം മേരിയുടെ ഭാവി സംബന്ധിച്ച് തീരുമാനമെടുക്കാനാകാതെ വിഷമാവസ്ഥയിലായിരുന്നു ചാർലി, അതോടൊപ്പം സർക്കസ് ജീവനക്കാരും. അക്കാലത്ത് ആരെയെങ്കിലും കൊലപ്പെടുത്തുകയോ പരിക്കേൽപ്പിക്കുകയോ ചെയ്യുന്ന ആനകളെ രഹസ്യമായി പേരുമാറ്റി മറ്റു സർക്കസ് കമ്പനികൾക്ക് മറച്ചു വിൽക്കുകയായിരുന്നു പതിവ്. എന്നാൽ എൻട്രിജിന്റെ കൊലപാതകത്തെ വാർത്ത ടെന്നീസിലെ കാട്ടുതീ പോലെ പടർന്നിരുന്നു. പത്രങ്ങൾ മേരിയെ കൊലയാളി മേരി എന്ന് വിളിച്ച് വാർത്തകൾ എഴുതി. അവൾ മുമ്പും ആളുകളെ കൊലപ്പെടുത്തിയിരുന്നതായി വാർത്തകൾ പരന്നു. കിങ്സ്പോർട്ടിന് സമീപ നഗരമായ ജോൺസൺ സിറ്റിയുടെ മേയർ ചാർലിയുടെ സർക്കസിന് പ്രവേശനാനുമതി നിഷേധിച്ചു. ജോൺസൺ സിറ്റി ആയിരുന്നു സ്പാർക്ക് സർക്കസിന്റെ അടുത്ത പ്രദർശന കേന്ദ്രം. മേരിയുമായി എത്തിയാൽ അനുമതി നൽകില്ല എന്ന് അവർ തീർത്തു പറഞ്ഞു. പിന്നാലെ പല നഗരങ്ങളും സമാന തീരുമാനം എടുത്തേക്കാമെന്ന് ചാർലി ഭയന്നു.
അയാൾ ബുദ്ധിമാനായ ഒരു വ്യവസായിയായിരുന്നു. ജനങ്ങളെ പിണക്കി സർക്കസുമായി മുന്നോട്ട് പോകാനാകില്ലെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. റെഡ് എൻട്രിജിന് വേഗത്തിൽ നീതി ലഭിക്കുകയില്ലെന്നുണ്ടെങ്കിൽ അത് സർക്കസ് കമ്പനിയെ സാമ്പത്തികമായി പ്രതികൂലമായി ബാധിക്കുമെന്ന് ചാർലി ഭയന്നു. എന്നാൽ പൊതുജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തിയാണ് തീരുമാനമെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. ഒരു മനുഷ്യജീവൻ അമൂല്യമാണ്, അത് തള്ളിക്കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പിൻകാലത്ത് ഒരു അഭിമുഖത്തിൽ ചാർലി വിശദീകരിച്ചത്. ജനങ്ങൾ വലിയ എതിർപ്പ് ഉയർത്തിയതോടെ മേരിയെ പരസ്യമായി കൊന്നുകളയാൻ സ്പാർക്ക് സർക്കസ് തീരുമാനിച്ചു. പക്ഷെ എങ്ങനെയെന്ന കാര്യത്തിൽ തീരുമാനമായില്ല. ആനയെ എങ്ങനെ കൊലപ്പെടുത്തിയാലും അത് കാണാൻ വലിയ ജനക്കൂട്ടം എത്തുമെന്ന് ഉറപ്പായിരുന്നു. അവളുടെ മസ്തിഷ്കത്തിൽ വെടിവെച്ച് കൊലപ്പെടുത്താനാണ് ആദ്യം ആലോചിച്ചതെങ്കിലും വലിയ ജനക്കൂട്ടമുണ്ടായാൽ അത് കൂടുതൽ അപകടം സൃഷ്ടിച്ചേക്കുമെന്ന വിലയിരുത്തലുണ്ടായി. പിന്നീട് വൈദ്യുതി ഉപയോഗിച്ച് കൊലപ്പെടുത്താമെന്ന് കരുതിയെങ്കിലും ടെന്നീസിലെ അക്കാലത്ത് അതിനാവശ്യമായുള്ള വൈദ്യുതി ഇല്ലായിരുന്നു. ഒടുവിൽ ആനയെ പരസ്യമായി തൂക്കിക്കൊലപ്പെടുത്താൻ ചാർലി തീരുമാനിച്ചു. അതിനായി ക്ലിൻഫീൽഡിൽ നിന്ന് വലിയ ക്രെയിനുകൾ എത്തിക്കാനും തീരുമാനമായി. എന്നാൽ പ്രദേശത്ത് മഴ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നതിനാൽ ക്രെയിനുകൾ വിട്ടു നൽകാൻ ക്ലിൻഫീൽഡ് നഗരാധികൃതർ തയ്യാറായില്ല. ആനയെ തൂക്കിക്കൊല്ലാനായി ക്ലിൻഫീൽഡിൽ തെക്ക് ഭാഗത്തുള്ള എർവിൻ നഗരത്തിലെത്തണമെന്ന അവസ്ഥ വന്നു ചേർന്നു. അങ്ങനെ സെപ്റ്റംബർ 13 മേരി ഉൾപ്പെടെയുള്ള സർക്കസ് സംഘം എർവിൻ ലക്ഷ്യമാക്കി നീങ്ങി. കനത്ത മഴ പെയ്തു തോർന്ന ഒരു പ്രഭാതത്തിലാണ് സ്പാർക്സ് വേൾഡ് ഫേമസ് ഷോ സർക്കസ് സംഘം എർവിൻ നഗരത്തിലെത്തുന്നത്. രാത്രി മുഴുവൻ പെയ്ത മഴയിൽ പ്രദേശമാകെ ചിള നിറഞ്ഞിരുന്നു. നഗരത്തിലെത്തിയ ദിവസം മേരിയെ ഒഴിവാക്കി ഒരു ചെറിയ സർക്കസ് പ്രകടനം സ്പാർക്സ് നടത്തി. എന്നാൽ അവരുടെ മുൻകാല പ്രകടനങ്ങളുടെ നിഴൽ മാത്രമായിരുന്നു അത്. മേരിയുടെ വിടവ് എല്ലാവരുടെയും പ്രകടനത്തിൽ ദൃശ്യമായിരുന്നു. ആ സമയം അത്രയും സർക്കസ് ടെന്റിന് പുറത്ത് ചങ്ങലക്കിട്ട് നിർത്തിയിരിക്കുകയായിരുന്നു മേരിയെ. ഷോ കഴിഞ്ഞതോടെ ആയിരക്കണക്കിന് എർവിൻ നിവാസികൾ അവളെ തൂക്കിക്കൊല്ലാനായി നിശ്ചയിച്ചിരുന്ന റെയിൽ യാർഡിലേക്ക് ഇരച്ചെത്തി. പറ്റാവുന്ന സ്ഥലത്തെല്ലാം അവർ സ്ഥാനം പിടിച്ചു. വ്യക്തമായി ആ കാഴ്ച കാണുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ മേരിയുടെ അന്ത്യം കാണാൻ ആഗ്രഹിക്കാത്ത ചില സ്പാർക്സ് സർക്കസ് തൊഴിലാളികളും നാട്ടുകാരും സ്ഥലത്തു നിന്ന് പിൻവാങ്ങി. മേരിയെ ശാന്തനാക്കാനായി ചാർലി അവളെ മറ്റാനകൾക്കൊപ്പം നടത്തി. റെയിൽ യാർഡിൽ മേരി എത്തിയപ്പോൾ സർക്കസ് പരിശീലകർ ചങ്ങല ഉപയോഗിച്ച് അവളുടെ കാലുകൾ ബന്ധിച്ചു. പിന്നാലെ മറ്റാനകളെ പ്രദേശത്തു നിന്ന് മാറ്റി. അതേസമയം റെയിൽ ട്രാക്കിന് താഴെ സർക്കസ് ജീവനക്കാരുടെ റെയിൽവേ തൊഴിലാളികളും ചേർന്ന് മേരിക്കായി ഒരു വലിയ ശവക്കുഴി വെട്ടി. ക്രെയിനിന്റെ ചങ്ങല മേരിയുടെ കഴുത്തിന് ചുറ്റും എറിഞ്ഞതോടെ ജനക്കൂട്ടം നിശബ്ദമായി. ക്രെയിൻ ഓപ്പറേറ്റർ ഹാൻഡിൽ ചിലപ്പിച്ചതോടെ ചങ്ങല മേരിയുടെ കഴുത്തിൽ വരിഞ്ഞു മുറുകി. ചങ്ങല വലിഞ്ഞതോടെ അവളുടെ മുൻകാലുകൾ നിലത്തു നിന്നും ഉയർന്നു. പെട്ടെന്ന് മേരിയുടെ കഴുത്തിൽ ബന്ധിച്ചിരുന്ന ചങ്ങല പൊട്ടി വലിയ ശബ്ദത്തോടെ അവൾ നിലത്ത് പതിച്ചു. ഭ്രാന്തിയായ ആന എന്ന് അലറി വിളിച്ചുകൊണ്ട് ജനക്കൂട്ടം ചിതറിയോടി. ക്രൂരമായി പരിക്കേറ്റ അവൾ താഴെ തളർന്നു കിടന്നു. ജനക്കൂട്ടം ഒന്നടങ്ങിയതോടെ മറ്റൊരു തൊഴിലാളി മേരിയുടെ മുകളിൽ കയറി കട്ടിയുള്ള മറ്റൊരു ചങ്ങല അവളുടെ കഴുത്തിൽ വീണ്ടും ബന്ധിച്ചു. ക്രെയിൻ വീണ്ടും അവളെ വലിച്ചുയർത്തി. ചങ്ങല മുറുകിയതോടെ അവളുടെ ശ്വാസം നിലച്ചു. അവളുടെ മൃതദേഹം ആ ചങ്ങലയിൽ കിടന്നാടി. മേരിയെ തൂക്കിലേറ്റിയതോടെ ജനക്കൂട്ടം പല വഴിക്ക് പിരിഞ്ഞുപോയി. ക്രെയിനിൽ നിന്നും ഇറക്കിയ അവളെ തൊഴിലാളികൾ ചേർന്ന് അടുത്തു തന്നെ കുഴി മറവ് ചെയ്തു. അവളെ കുഴിച്ചിട്ടെന്ന് കരുതുന്ന സ്ഥലത്ത് അടയാളങ്ങളൊന്നും അവശേഷിക്കുന്നില്ല. പക്ഷേ ആനയെ തൂക്കിലേറ്റിയ നഗരമെന്ന ദുഷ്പേര് എർവിൻ നഗരത്തെ വിട്ടുപോയില്ല. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തെടുക്കുക. എങ്കിൽ മാത്രം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് അപ്പോൾ എത്തുകയുള്ളൂ. താങ്ക്